നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 3-ാം തീയതി 1201 ആണ്ട് തുലാമാസം 17-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ ശരിക്കും പറഞ്ഞ ആരംഭമാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരാഴ്ചയും നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. ഇന്ന് തിങ്കളാഴ്ച, ശുഭദിനം, ശുഭനക്ഷത്രം. ശരിക്ക് പറഞ്ഞാൽ ഇന്ന് നല്ലൊരു ദിവസമാണ്. ശരിക്ക് തിങ്കളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ദിവസമാണ്, ചന്ദ്രവാരം. ഇപ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്. അതായത് തുലാമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതേപോലെ വിദേശ യാത്രയ്ക്ക് പോകാൻ ശ്രമിക്കുന്നവർ, വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ, മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ എന്ന് അറിയുക. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു വർഷം നിങ്ങൾ എന്തൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ വാഹനം വാങ്ങാനോ വിദേശത്ത് പോകാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. അത് വിജയത്തിലേക്ക് വരും. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് നല്ല ദിവസമാണെന്ന് പറഞ്ഞ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി പോകണം. 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:46 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9 മണിക്ക് തീരുവില്ല. 9:13 രാഹുകാലം തീരുകയുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയമാണ് ഗുളിക കാലവും യമകണ്ഠകാല സമയവും. അതിലിന്ന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 1:35 തൊട്ട് 3:03 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:41 തൊട്ട് 12:08 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ശുഭദിവസമാണ്, ശുഭമുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അഭിജിത്ത് മുഹൂർത്ത സമയം 11:44 തൊട്ട് 12:32 വരെ വരുന്ന 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലയളവ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ വസ്ത്രത്തിൻ്റെ കൂടെ ശുഭ്രവസ്ത്രം, വെള്ള വസ്ത്രവും കൂടി നമ്മൾ വസ്ത്രധാരണത്തിൽ, അല്ലെങ്കിൽ പേളിൻ്റെ കളറും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. ചന്ദ്രൻ്റെ പ്രകാശം നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.